ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് പ്രോൺസ് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് ഉണ്ടാക്കാൻ അറിയാവുന്നതായിരിക്കും, എന്നാലും കാണിക്കുകയാണ് കേട്ടോ. ഇവിടെ നല്ല മഴയാണ്, അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു നോയ്സും കൂടെ കയറി വരാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കുക. അപ്പം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. ഏകദേശം 1 kg പ്രോൺസ് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യമേ ഇത് നമുക്ക് വറക്കാൻ വേണ്ടിയിട്ടുള്ള മസാല തേച്ച് പിടിപ്പിക്കാനാണ് പോകുന്നത്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ആ മസാല ഉണ്ടാക്കുന്നതാണ് നമ്മൾ ആദ്യമേ കാണിക്കുന്നത്. ഈ ഒരു മസാല ഉണ്ടാക്കാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നന്നായിട്ട് നമ്മൾ അരച്ചെടുക്കണം. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമുക്ക് ഗരം മസാല കുറച്ചെടുക്കാം, ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ നമ്മൾ പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ എടുക്കുന്നുണ്ട്. ഗരം മസാല ഒരു 1/4 ടീസ്പൂണും അതേപോലെ തന്നെ പെരുംജീരകം ഒരു 1/2 ടീസ്പൂണുമാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഈ മിക്സ് ചെയ്തേക്കുന്ന ഈ മസാല ഉണ്ടല്ലോ, ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ക്ലീൻ ആക്കി വെച്ചേക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കാം. ഇനി എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നന്നായിട്ട് മസാലയൊക്കെ അതിനകത്തേക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയിലാണ്. ചീനച്ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് പ്രോൺസ് കുറേശ്ശെയായിട്ട് 2 ബാച്ചായിട്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമ്മൾ ശ്രദ്ധിക്കണം, ഇത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ആയി പോകണ്ട, ഏകദേശം ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ആയാൽ മതി. പ്രോൺസ് നമ്മൾ വറക്കാൻ ഇടുന്ന സമയത്ത് അതിൽ നിന്ന് വെള്ളം എന്താണേലും ഇറങ്ങി വരും കേട്ടോ. ഇനി അത് വെള്ളം ഓൾറെഡി കുറേ നേരം ഇരുന്ന് കഴിയുമ്പോഴത്തേന് അതങ്ങ് പെട്ടെന്ന് തന്നെ പറ്റി പോകുന്നതാണ്. പിന്നെ ആ ഒരു മീഡിയം ലെവലിൽ ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഈ എണ്ണയിൽ നിന്ന് നമുക്ക് ഇത് കോരി മാറ്റിയെടുത്ത് വെക്കാം. ആദ്യത്തെ ട്രിപ്പിൽ എടുത്തു കഴിഞ്ഞിട്ട് അടുത്ത ട്രിപ്പിലേയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്ത് ഒരു മീഡിയം ഫ്രൈ ആക്കി നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതാണ് ഈ പ്ലേറ്റിനകത്തിലേക്ക് കാണുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് പോലെയൊക്കെ, പക്ഷെ ശരിക്കും ഒരു മീഡിയം ഫ്രൈയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. ചീനച്ചട്ടിയിലാണ് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ. നോൺ സ്റ്റിക്ക് പാനിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നതെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു മീഡിയം ഫ്രൈ ആയി ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. പ്രോൺസ് വറുത്ത് കോരിയ ചീനച്ചട്ടിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു മസാലയും കൂടെ, അതായത് ഈ റോസ്റ്റിൻ്റെ മസാല ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിനകത്തേക്ക് നമ്മൾ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ആ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു നല്ല പഴുത്ത ഒരു തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഈ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് ലേശം മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ഒരു ടൈമിലേക്ക് നമ്മൾ ഓൾറെഡി ഈ വറുത്ത് വെച്ചേക്കുന്ന പ്രോൺസ് ഉണ്ടല്ലോ അതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഉപ്പുണ്ടോ എന്ന് നമുക്ക് ഈ ഒരു ടൈമിൽ നോക്കാം, ഇല്ലെങ്കിൽ ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ലേശം കുരുമുളക് പൊടിയും അതുപോലെ തന്നെ കരിയാപ്പലയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒന്നും കൂടെ ഇതൊന്ന് പറ്റുന്നിടം വരെ, അതായത് മൊത്തത്തിൽ ഇതൊന്ന് നന്നായിട്ട് പറ്റുന്നിടം വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറേ കഴിയുമ്പോൾ നമ്മൾ ഇതിങ്ങനെ തുറന്ന് നോക്കുമ്പോഴത്തേക്കിന് ഇതിനകത്തുള്ള നമ്മൾ ഓൾറെഡി ആഡ് ചെയ്തേക്കുന്ന മറ്റേ വെളിച്ചെണ്ണയൊക്കെ ഉണ്ടല്ലോ, ആ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ. ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കിനും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ പ്രോൺസ് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. ചൂട് ചോറിൻ്റെ കൂടോ അപ്പത്തിൻ്റെ കൂടോ ചപ്പാത്തിയുടെ കൂടോ എന്തിനോട് കൂടി വേണമെങ്കിലും നമുക്കിത് കഴിക്കാൻ പറ്റും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ ലൈക്കും ചെയ്യാൻ മറക്കല്ലേ.